ഇതിൽ മനസ്സിലാകാത്ത കാര്യം സുജിത്ദാസ് കളവ് പറഞ്ഞോ, സുജിത്ദാസ് സത്യം പറഞ്ഞോ എന്നതിനപ്പുറം ഇതിൽ പി വിജയന് തന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. തനിക്കെതിരെ ഇതാ തന്റെ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നീങ്ങിയിരിക്കുന്നു. അതുമേലാണ് പി വിജയൻ പരാതി നൽകിയത്. സ്വാഭാവികമായി ഡിപ്പാർട്ട്മെന്റ് പരാതി നൽകും. ആ പരാതി നൽകി DGP അതിന്മേൽ അന്വേഷണം നടത്തി. അപ്പോൾ ഇത് കേസെടുക്കാവുന്ന സംഭവമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അത് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നു, ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നു. ഇത് ഒരു അപകീർത്തി കേസ് മാത്രമാണ് എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപകീർത്തി കേസാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ പി വിജയൻ നേരിട്ട് കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒന്നും സർക്കാരിന് സാധ്യമല്ല എന്നൊരു വാദം കൂടി ഉയർന്നു വരുന്നുണ്ട്. ശ്രീ PV അൻവർ, അതിനൊരു മറുപടി. അല്ല, ഇതിൽ നമ്മൾ പൊതുവായിട്ട് കാണേണ്ട കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ ഫോണിൻ്റെ കണക്ടിവിറ്റി കുറവായിരുന്നു. സ്മൃതി, ഞാനിവിടെ നിലമ്പൂരിലെ വഴിക്കടവ് പഞ്ചായത്തിലൊരു ഉൾഗ്രാമത്തിലാണുള്ളത്. ഇലക്ഷൻ്റെ 1-2 മീറ്റിങ്ങിലാണ്. അതിനിടയിൽ ഓടി വന്നതാണ്. ഇതോടുകൂടി എന്നെ വിടണം പ്ലീസ്. അപ്പോൾ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതും ജനങ്ങൾ വിലയിരുത്തില്ല, നമ്മളൊക്കെ വിലയിരുത്തില്ല. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒക്കെ ഒരു പൊതുസ്വഭാവം വിലയിരുത്തിയിട്ടാണല്ലോ ചില കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യാറുള്ളത്. അങ്ങനെ അസസ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എന്താ പറയുക, വിജയൻ IPSനെയും അജിത് കുമാർ IPSനെയും ആളുകൾ തുലനം ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ സാമൂഹിക ബോധം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വിജയൻ്റെ എന്താ പറയുക എട്ടരികത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയുടെ എട്ടരികത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ജനങ്ങൾ പൊതുവായിട്ട് പോലീസിനെ തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്ക്, പോലീസിൻ്റെ പൊതുവായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, നമുക്കറിയാം ഏറ്റവും നല്ല പോലീസിങ്ങുള്ള ഒരു പോലീസ് ഓഫീസേഴ്സുള്ള സ്റ്റാഫുള്ള ഒരു പോലീസാണ്. ആ പോലീസിനെ ഈ രീതിയിൽ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും മോശം അഭിപ്രായമുണ്ടാക്കിയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ജനങ്ങളുടെ കോടതിയിലേക്ക് വിടാൻ കഴിയൂ. 1 വർഷം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ്, ഒരു മാസം കഴിഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പോകാനുണ്ട്. നമുക്ക് നീതി ലഭ്യമാവാത്ത, നേരത്തെ ചോദിച്ച പോലെ കേന്ദ്ര ഏജൻസികൾ കൂടി ഇതുമായി സഹകരിച്ച് പോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് നമുക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ജനങ്ങളുടെ കോടതിയിലേക്ക് വിടുക. ആ ജനങ്ങളുടെ കോടതിയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ഒരു ആൻസർ, ഒരു തിരിച്ചടി, ഒരു തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് കണക്കാക്കി നമ്മൾ പറയുന്ന വസ്തുതാപരമായ കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുക എന്ന് അല്ലാതെ ഇന്ന് കേരളത്തിൽ ഒരാൾക്കും മറ്റൊരു പരിധി വിട്ടുള്ള നീതി നമുക്ക് ലഭ്യമാകും. അത് ഗവൺമെൻറ്റിനെതിരെയും ഈ പറയുന്ന ആളുകൾക്കെതിരെയുമാണ് നമ്മളുടെ പരാതിയെങ്കിൽ ജനങ്ങളുടെ സ്ഥിതി, നിജസ്ഥിതി ഇതാണ് അവസ്ഥ എന്ന് പറയാൻ മാത്രമേ ഈ വിഷയത്തിൽ ആ രീതിയിൽ എനിക്ക് അതിനോട് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പത്രക്കാരോട് പറഞ്ഞിരുന്നു ഒറ്റ കാര്യം കൂടി ശ്രീ PV അൻവർ, അപ്പോൾ താങ്കൾ ഇപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ശരി, അതെ, പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കളിപ്പോൾ നിലമ്പൂർ കേന്ദ്രീകരിച്ച് താങ്കളുടെ പ്രവർത്തനം തുടരുന്നു ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ ജനം മറുപടി നൽകുമെന്ന് പറയുന്നത് നിലമ്പൂർ വഴി ഒരു മറുപടി നൽകാനുള്ള പ്രവർത്തനം താങ്കൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ ഈ താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടി ആയില്ല എങ്കിൽ അത് താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണല്ലോ. നമ്മുടെ വിഷയമല്ല, എന്നാൽ കൂടി. അല്ല, തീർച്ചയായിട്ടും. അതെ, അത് നമുക്ക് അപ്പം ആലോചിക്കാം, ഇത് എങ്ങോട്ടാണ് പോകുന്ന ആലോചിക്കാം. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കരുതി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർഡ് ആണല്ലോ. വി വിൽ വെയിറ്റ് ആൻഡ് സി. ഞാൻ ഒറ്റ കാര്യം, അദ്ദേഹം മറുഭാഗത്ത് ആരാന്ന് എനിക്കറിയില്ല, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പരാതി കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ പത്രക്കാരോട് ഞാൻ ഇതുമായി ഇനി അതെ പാർട്ടിയിൽ വിശ്വാസമല്ല, കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ എന്താ അൻവർ പോകാത്തതെന്ന് ചോദിച്ചു. വളരെ കൃത്യമാണ് ചോദ്യം. അതിലെ ഒരു ലീഗൽ ഒപ്പീനിയൻ നമുക്കന്ന് കിട്ടിയിരുന്നത്, ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കോടതിയിൽ പോയാൽ കോടതി പറയും അന്വേഷണത്തിലാണോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നിങ്ങളെന്തിനാണ് ധൃതി കൂട്ടുന്നത് എന്നൊരു ലീഗൽ ചോദ്യമായിരിക്കും കോടതിയിൽ നിന്ന് ഉയരുക. അതുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കട്ടെ. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു 1 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമെന്നായിരുന്നു, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ആ റിപ്പോർട്ടാണ് വൈകിച്ച് ഇപ്പോൾ 1 മാസം മുമ്പ് കൊടുത്തത്. അതാണ് അതിൻ്റെ ആ കോടതിയിൽ പോകാതിരിക്കാനുണ്ടായിട്ടുള്ള റീസൺ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്ലീസ് എന്നെ ഒന്ന് വിടണം. ശരി, വളരെ നന്ദി ശ്രീ PV അൻവർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.